പ്രിയ കൂട്ടുകാരെ, നമ്മുടെ യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ വായന വീണ്ടും തുടരുകയാണ്. യേശുവിനോട് കൂടെ കൂടുതൽ ആളുകൾ ചേരുന്നതും അപ്പോൾ ഈ യൂദാസിൻ്റെ വിഷമതകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമുക്കത് തുടർന്ന് വായിക്കാം. യൂദാസ് അറിയാത്ത എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, കർത്താവെ, അങ്ങ് ഒരുപാട് പേരെ നമ്മുടെ കൂടെ ചേരുവാൻ അനുവദിക്കുന്നുണ്ട്. ഇവരെയൊക്കെ എങ്ങനെ തീറ്റിപ്പോറ്റാനാണ്? എന്നിൽ വിശ്വസിക്കൂ യൂദാസ്, അപ്പോൾ എല്ലാവർക്കും ഉള്ളത് ലഭിക്കും. ഞാൻ എൻ്റെ അനുഗാമികളെ നോക്കി. എത്രയധികം ആളുകളാണ് ഞങ്ങളോടൊപ്പം ചേരുന്നതെന്ന് കണ്ട് ഞാൻ പറഞ്ഞു. നടക്കേണ്ട വഴി കഠിനമായതുകൊണ്ട് പലപ്പോഴും ചിലരൊക്കെ തിരിച്ചു പോകുന്നത് ഞാൻ കണ്ടു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടുകളിലേക്ക് മടങ്ങി പോകുവാനായി പിരിഞ്ഞു. എന്നാൽ എല്ലാവരും പോകും മുമ്പ് ഞാൻ സ്വരമുയർത്തി പറഞ്ഞു, 1 മണിക്കൂറിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കുവാനും പിതാവിനോട് അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെ പ്രതി നന്ദി പറയുന്നതിനുമായി സിനഗോഗിൽ പോകുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ പിരിഞ്ഞു. പത്രോസിനോടൊപ്പം വീട്ടിലേക്ക് തിരിച്ചു നടക്കും വഴി ചേറ്റിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരാൺകുട്ടിയെ കണ്ടു. തല മുതൽ ഉള്ളങ്കാൽ വരെ പൊടിയിൽ പൊതിഞ്ഞ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ കളി ശരിക്കും ആസ്വദിക്കുകയാണല്ലേ? നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. തവിട്ട് നിറമുള്ള വലിയ കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കി അവൻ പറഞ്ഞു, അതെ, ഞാൻ ആസ്വദിക്കുകയാണ്. ഞാൻ ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ വീടുകളാണ്. ചില മൺകൂനകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പിന്നെ ഇതൊക്കെ കന്നുകാലികളും. ചില മിനിങ്ങിയ കല്ലുകൾ കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ അവൻ്റെ അരികിൽ മുട്ടുകുത്തിയിരുന്നിട്ട് ചോദിച്ചു, വലുതാകുമ്പോൾ ഒരു കൃഷിക്കാരനാകുവാനാണോ നീ ആഗ്രഹിക്കുന്നത്? അതെ അതെ, അങ്ങനെയാകുമ്പോൾ പിന്നെ ഞങ്ങൾക്കൊരിക്കലും വിശക്കുകയില്ലല്ലോ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എന്ന രീതിയിൽ അവൻ പ്രസ്താവിച്ചു. നിനക്കിപ്പോൾ വിശക്കുന്നുണ്ടോ? പത്രോസ് ചോദിച്ചു. ഓ, വിശക്കുന്നുണ്ട്, കുട്ടി പറഞ്ഞു. രാവിലെ കഴിക്കാൻ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി കഴിക്കണമെങ്കിൽ നാളെ ആകണമെന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷേ ഞാൻ കുറച്ച് പുല്ല് തിന്നു. നിലത്ത് കുറച്ച് നീണ്ട പുല്ലുകൾ കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നീ പലപ്പോഴും ഇതുപോലെ വിശന്നിരിക്കാറുണ്ടോ? പത്രോസ് ഏറെ കരുതലാർന്ന സ്വരത്തിൽ ചോദിച്ചു. മിക്കവാറും ദിവസങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്, ചെളിയിലും മണ്ണിലും കളിച്ചുകൊണ്ടിരുന്ന അവൻ പറഞ്ഞു. നിന്റെ അപ്പൻ എവിടെയാണ്? നിറകണ്ണുകളോടെ പത്രോസ് തിരക്കി. അമ്മ പറയുന്നത് എൻ്റെ അപ്പൻ ഒരപകടത്തിൽ മരിച്ചു എന്നാണ്. പക്ഷേ എൻ്റെ ചില കൂട്ടുകാരൊക്കെ പറയുന്നത് അപ്പനെ റോമാക്കാർ കുരിശിലേറ്റി എന്നാണ്. ആ കുരിശിലേറ്റുക എന്ന് വെച്ചാൽ എന്താ? കുട്ടി നിഷ്കളങ്കനായി ചോദിച്ചു. ഞാൻ കൈ നീട്ടി അവൻ്റെ മുഖത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു, ഓ, അത് നീ നിൻ്റെ അമ്മയുമായി സംസാരിക്കേണ്ട വിഷയമാണ്. പത്രോസെ, കുട്ടിയോട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞിനും അവൻ്റെ അമ്മയ്ക്കും കൊടുക്കുവാൻ നമ്മുടെ കൈവശം എന്തെങ്കിലും ഉണ്ടോ? കർത്താവേ, നീർവഴിയുന്ന മിഴികളോടെ പത്രോസ് പറഞ്ഞു. എന്നിട്ട് പത്രോസ് ഒരു ചെറിയ കിഴി നിറയെ നാണയങ്ങളെടുത്ത് കുട്ടിക്ക് നൽകുമ്പോൾ പറഞ്ഞു, ഇതാ മകനെ, കൊണ്ടുപോയി നിൻ്റെ അമ്മയ്ക്ക് കൊടുക്കൂ. ആ കിഴി വാങ്ങിക്കുമ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എന്തിനാണ് ഈ ചേട്ടൻ കരയുന്നത്? സങ്കടം വന്നിട്ടാണോ? അവൻ്റെ ഹൃദയം നിറച്ച് സ്നേഹമായതുകൊണ്ടാണ് അവൻ കരയുന്നത്, ഞാൻ പ്രതിവചിച്ചു. കുട്ടി മുന്നോട്ടാഞ്ഞ് അവൻ്റെ കുഞ്ഞു കൈകളാൽ പത്രോസിനെ ചുറ്റിപ്പിടിച്ചിട്ട് പറഞ്ഞു, കരയേണ്ട, ഞാൻ പണ്ട് ഒത്തിരി കരയുമായിരുന്നു. എന്നിട്ട് എനിക്കിപ്പോൾ സങ്കടമുണ്ട്. കരയേണ്ട കേട്ടോ. പത്രോസിൻ്റെ കളി ഉമ്മ വെച്ചിട്ട് അവൻ പറഞ്ഞു, ഞാൻ ചേട്ടൻ്റെ കൂട്ടുകാരനാകാം, കരയരുത്. ഇത് പത്രോസിനെ കൂടുതൽ കരയിച്ചു. എത്രയേറെ കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വന്നിരിക്കുകയും സ്നേഹം നഷ്ടമാകാതെ അതൊക്കെ സഹിക്കുകയും ചെയ്ത ആ കൊച്ചു കുഞ്ഞിൻ്റെ സ്നേഹവും നിഷ്കളങ്കതയും കണ്ടിട്ട് ഞാനും കരയുവാൻ തുടങ്ങി. ഞാൻ ആ കുഞ്ഞിൻ്റെ പിതാവിനെ എൻ്റെ മുമ്പിൽ ദർശിച്ചു. നല്ലവനായിരുന്നിട്ടും അയാൾക്ക് പക്ഷേ കുടുംബം പോറ്റാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അയാൾക്ക് ഒരു രോഗമുണ്ടായിരുന്നു. അതുകൊണ്ട് വേല ചെയ്യുവാൻ ബുദ്ധിമുട്ടായിരുന്നു. ഒരു ദിവസം തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ നിരാശനായ അയാൾ കുറച്ച് പണവും പിന്നെ വിറ്റ് കാശാക്കാമെന്ന ഉദ്ദേശത്തിൽ ഒരു വാളും ഒരു റോമൻ പടാളിയിൽ നിന്ന് മോഷ്ടിച്ചു. പട്ടാൾക്കാർ അയാളെ പിടികൂടി മർദ്ദിച്ചു. എന്നിട്ട് ഇവൻ അവരെയൊക്കെ വാളുപയോഗിച്ച് കൊല്ലുവാൻ ശ്രമിച്ചുവെന്ന് ആരോപണം ഉന്നയിച്ചു. സത്യമല്ലാത്ത കാര്യത്തിന് പട്ടാള മേധാവി അയാളെ കുരിശുമരണത്തിന് വിധിച്ചു. അങ്ങനെ അയാൾ കുരിശിലേറ്റപ്പെട്ടു. അയാൾക്കാർ തക്ക സമയത്ത് സഹായിക്കാൻ തയ്യാറാവാത്തതിനാൽ നല്ലവനായ ഒരു മനുഷ്യൻ എപ്രകാരമാണ് പാപത്തിലേക്ക് വലിച്ചഴിക്കപ്പെട്ടതെന്ന് കണ്ട് എൻ്റെ ഹൃദയം വല്ലാതെ തകർന്നു. അയൽവാസികളും സുഹൃത്തുക്കളും നിർധനരും രോഗിയുമായ ആ മനുഷ്യനോട് കരുണ തോന്നി അയാളെ സഹായിച്ചിരുന്നെങ്കിൽ അയാൾ കളവ് നടത്തുവാൻ മാത്രം ഹതാശനാകുമായിരുന്നില്ല. പാപം കൂടുതൽ കഷ്ടതകൾ മാത്രമാണ് തരുന്നതെന്ന് ഞാൻ കണ്ടു. അത് ഒരിക്കലും സ്വസ്ഥത തരുന്നില്ല. ഈ മനുഷ്യൻ കുരിശിൽ സഹിച്ചു. അയാളുടെ ഭാര്യയും കുഞ്ഞും അയാളില്ലാതെ ക്ലേശിച്ചു. മാത്രമല്ല അവൻ്റെ അയൽക്കാർ അവരുടെ തന്നെ ആത്മാവിനെ കൂടുതൽ കൂടുതൽ വ്രണപ്പെടുത്തുകയാണ്. എന്തെന്നാൽ ഇപ്പോൾ ഈ മനുഷ്യൻ്റെ മരണശേഷവും ഈ കുടുംബത്തെ സഹായിക്കുവാനായി അവർ ഒന്നും ചെയ്യുന്നില്ല. എന്തുമാത്രം പാപഭാരമാണ് അവർ അവരുടെ മേൽ പതിക്കുന്നത്, അനുവദിക്കുന്നത്. കണ്ണീർ വാർക്കുന്ന പത്രോസിനെയും എന്നെയും കെട്ടിപ്പിടിച്ച് കരയരുത്, എല്ലാം ശരിയാവും, കരയേണ്ട എന്ന് പറയുന്ന മകനെ കൊണ്ട് അവൻ്റെ അമ്മ അങ്ങോട്ട് കടന്നു വന്നു. എന്താ പറ്റിയത്? നിങ്ങൾ എൻ്റെ കുട്ടിയോട് എന്താണ് ചെയ്യുന്നത്? ചോദിച്ചുകൊണ്ട് അവൾ കുട്ടിയെടുത്തു. പത്രോസ് അവളെ നോക്കി എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വെറുതെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിലതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഓ, നാണക്കേട് കാരണം അവൾ തല കുമ്പിട്ടു. ഞാൻ എഴുന്നേറ്റ് അവളുടെ സമീപം ചെന്നു. അവളുടെ മുഖം പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, നീ ലജ്ജിക്കേണ്ടതായി ഇവിടെ യാതൊന്നുമില്ല. നിനക്ക് മിടുക്കനായ ഒരു കുട്ടിയുണ്ട്. മാത്രമല്ല സ്നേഹമുള്ളൊരു ഹൃദയവും ഞാൻ നിന്നിൽ കാണുന്നുണ്ട്. എനിക്ക് പോകണം. എപ്രാളപ്പെട്ടുകൊണ്ട് അവൾ പോകുവാനൊരുങ്ങി.
അമ്മ, ഈ നല്ല ആളുകൾ നമുക്കെന്താണ് തന്നതെന്ന് നോക്കൂ. ആ നാണയക്കിഴി അമ്മയെ കാണിക്കുമ്പോൾ അവൻ പറഞ്ഞു. അവിശ്വസനീയ ഭാവത്തിൽ അവനെ നോക്കിയിട്ട് അവൾ ചോദിച്ചു, ഇത് നീ കട്ടെടുത്തതാണ് ആണോ? അല്ല, ഞങ്ങൾ ഇത് നിനക്ക് തരുവാനായി അവന് കൊടുത്തതാണ്, പത്രോസ് പറഞ്ഞു. പക്ഷേ എന്തിന്? അവൾ ചോദ്യം ചോദിച്ചു. ഇത് നിനക്കുള്ളതാണ്. ഇതുകൊണ്ട് നിനക്ക് കേസറിയയിലുള്ള നിന്റെ കുടുംബത്തിലേക്ക് പോകാം. അവളെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. എൻ്റെ കുടുംബം അവിടെയാണെന്ന് താങ്കൾ എങ്ങനെയാണ് അറിഞ്ഞത്? അവൾ വിസ്മയത്തോടെ ചോദിച്ചു. നിന്റെ പിതൃ സഹോദരൻ അവിടെ ഉണ്ടെന്നും നീ അവളുടെ പക്കൽ ചെല്ലുകയാണെങ്കിൽ അദ്ദേഹം നിന്നെ മകനെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞു. പക്ഷേ അങ്ങ് ഇതെങ്ങനെ അറിയുവാനാണ്? ആ പട്ടണത്തിൽ ആർക്കും അറിയാത്ത കാര്യമാണിത്. അവൾ ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഞാൻ അറിയുന്നു. നിന്റെ ഭർത്താവിനോട് ക്ഷമിക്കണമെന്നുള്ള നിന്റെ പ്രാർത്ഥനകളും അനുദിന ജീവിതത്തിൽ തെല്ല് സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിന്റെ യാചനകളും ദൈവം അറിയുന്നു. അത് ദൈവം കേൾക്കുന്നു, ഉത്തരവും അരുളുന്നു. കർത്താവെ, കരഞ്ഞുകൊണ്ട് അവൾ മുട്ടുകുത്തി. ഈ മനുഷ്യനും ഇദ്ദേഹത്തെ കർത്താവ് എന്ന് വിളിച്ചു. കുട്ടി പത്രോസിനെ ചൂണ്ടി തനിക്കറിയാവുന്ന കാര്യം പറഞ്ഞു. ആ സ്ത്രീയാകട്ടെ മുഖമരുത്താതെ കരയാൻ തുടങ്ങി. എന്നെ നോക്കാതെ അവൾ പൂഴിയിൽ ദൃഷ്ടിയൂന്നി കർത്താവെ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. കുനിഞ്ഞ് അവളെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചു. നിന്റെ ജീവിതത്തിലെ ദൈവിക ഇടപെടലുകളിലെ ഓർത്ത് കൃതജ്ഞതയുള്ളവളായിരിക്കാൻ മറക്കരുത്. അവൾ കണ്ണുകൾ ഉയർത്തി എന്നെ നോക്കി. അപ്പോൾ ഞാൻ ആരെന്ന് അവൾ അറിഞ്ഞു. മുട്ടിന്മേൽ വീണവൾ ഇപ്രകാരം പറഞ്ഞു കൊണ്ട് എൻ്റെ പാദങ്ങൾ ചുംബിച്ചു തുടങ്ങി. നന്ദി കർത്താവേ, നന്ദി. എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. ഓ എൻ്റെ കർത്താവേ, നന്ദി. ഞാൻ വീണ്ടും അവളെ കൈപിടിച്ചുയർത്തിയിട്ട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിലെ എല്ലാ ദുഃഖവും ഞാൻ നീക്കം ചെയ്യുന്നു. അവിടം ഞാൻ ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നു. നിന്റെ ഉദരത്തിലുള്ള കുഞ്ഞിന് ഞാൻ ജീവന്റെ ആനന്ദവും നൽകുന്നു. ഒരു കുഞ്ഞോ കർത്താവേ, ഒരു കുഞ്ഞ്. എനിക്കത്ര വിശ്വാസം പോരായിരുന്നു. അത് ശരിയാണ്, അങ്ങ് പറഞ്ഞ് നേരാണ്. ഒരു കുഞ്ഞ്, എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞ്, അവൾ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. ആ ചെറിയ കുട്ടി എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ കരച്ചിൽ നിർത്തിയല്ലോ, എനിക്ക് സന്തോഷമുണ്ട്. എനിക്കും, ഞാൻ പറഞ്ഞു. എനിക്കും സന്തോഷമാണ്. അമ്മയെയും കുഞ്ഞിനെയും അവിടെ വിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരികെ പോയി. പത്രോസ് ഇങ്ങനെ പറഞ്ഞു, അവനൊരു നല്ല കുട്ടിയാണ്. അങ്ങ് അവരെ സഹായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പ്രാർത്ഥനയിലൂടെ സ്നേഹത്തിൽ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നിങ്ങളോട് ഉത്തരമരുളുമെന്ന് വിശ്വസിക്കുകയും മടുപ്പ് കൂടാതെ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അക്കാര്യം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെങ്കിൽ ദൈവം അനുവദിച്ചു തരും, ഞാൻ വ്യക്തമായി പറഞ്ഞു. അപ്പോൾ സിനഗോഗിലേക്ക് പോകുവാനായി തയ്യാറാവേണ്ടിയിരുന്ന ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഞങ്ങൾ. സിനഗോഗിലെത്തിയപ്പോൾ എൻ്റെ അനുഗാമികൾ കാത്തു നിൽക്കുകയായിരുന്നു. യാക്കോബ് അരികത്ത് വന്ന് പറഞ്ഞു, ഇതിപ്പോൾ 2 മണിക്കൂറായി. ഞങ്ങൾ പരിഭ്രമിച്ചു പോയി കർത്താവേ. താമസത്തിൽ എനിക്ക് ഖേദമുണ്ട്. പക്ഷേ സഹായം ആവശ്യമുള്ള ഒരാളെ വഴിയിൽ വെച്ച് കാണുവാനിടയായി. ഞാൻ മറുപടി പറഞ്ഞു. യാക്കോബ് പുഞ്ചിരി തൂകി. എന്തെന്നാൽ മറ്റൊരാൾ കൂടി എൻ്റെ സ്നേഹത്താൽ സ്പർശിക്കപ്പെട്ടു എന്നവൻ അറിഞ്ഞു. അത് അവന് ഏറെ സന്തോഷത്തിനുള്ള വകയായി. ഞാൻ എൻ്റെ സ്നേഹിതരുടെ ഇടയിലിരുന്ന് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വയോധികനായ റബ്ബിയെ കേൾക്കുകയായിരുന്നു. അബ്രാഹത്തിൻ്റെ കാലത്ത് പലരും ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതശൈലിയാണ് സ്വീകരിച്ചിരുന്നത്. ദൈവത്തിന് അവിടുത്തെ മക്കളായ നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ച് അബ്രാഹത്തിൻ്റെ മാർഗദർശനത്തിലൂടെ പലർക്കും അറിവും ലഭിച്ചു. ദൈവസ്നേഹ ചിന്തകൾ നമ്മിൽ ഉണർത്തുവാൻ അബ്രാഹമിനെ പോലെ ഒരുവനെ അവിടുന്ന് ഉടനെ അയക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തെന്നാൽ ഇന്ന് പലരും ആ സ്നേഹം മറന്നുപോയി. സഹോദരന്മാർക്ക് ദൈവത്തിലുള്ള ആവശ്യങ്ങൾ എന്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ലെന്നും ദൈവത്തിൻ്റെ തിരുവചനം അവിടുത്തെ മക്കൾക്ക് വിശദീകരിക്കത്തക്കവണ്ണം എന്നെ ദൈവം വഴി നടത്തുന്നതിന് ആവശ്യമാം വിധം അവിടുത്തെ മുമ്പാകെ സ്വയം എളിമപ്പെടുത്തുവാൻ തയ്യാറാകാതെ ഞാൻ അഹങ്കാരിയായി വർത്തിക്കുന്നുവെന്നുമാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. റബിമാരും ഗുരുക്കന്മാരും ദൈവത്തിൽ വസിക്കുവാനുള്ള സത്യത്തിൻ്റെ മാർഗം ആളുകൾക്ക് കാണിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ തലമുറയെ കുറ്റം വിധിക്കുവാനാകുന്നത്? തൻ്റെ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ടയാൾ വിലപിച്ചു, ദൈവമേ, എൻ്റെ അഹങ്കാരത്തിന് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. അവിടുത്തെ ഇഷ്ടം നിറവേറ്റാത്തതിനെ പ്രതിയും എന്നോട് ക്ഷമിക്കണമേ. പിന്നെ മെല്ലെ വിതുമ്പിക്കൊണ്ടയാൾ നിശബ്ദനായി. സിനഗോഗിലാകെ നിശബ്ദത വ്യാപിച്ചു. ആ വയോധികൻ്റെ വിതുമ്പലുകളല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, റബ്ബി പറഞ്ഞത് ശരിയാണ്. പലരും ഇന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അതെ, ചിലപ്പോഴൊക്കെ അത് പുരോഹിതന്മാരുടെ ദുർമാതൃകയും തെറ്റായ പ്രബോധനങ്ങളും നിമിത്തമാണ്. എന്നാൽ പലപ്പോഴും പുരോഹിതന്മാരെ പഠിപ്പിച്ചിരിക്കുന്നത് തെറ്റായ കാര്യങ്ങളാണ്. ഇത് അവർ തലമുറ തോറും കൈമാറുന്നു. ദൈവം തൻ്റെ കാരുണ്യാതിരേകത്താൽ അവിടുത്തെ ക്ഷമയും സ്നേഹവും മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് പുരോഹിതന്മാർക്കും ഗുരുക്കന്മാർക്കും എല്ലാ ആളുകൾക്കുമുള്ളതാണ്. ഈ മനുഷ്യനെ പോലെ സത്യസന്ധമായി തന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുകയും സ്വന്തം തെറ്റുകൾ സമ്മതിക്കുകയും ദൈവത്തോട് പൊറുതിയാർജിച്ച് ദൈവ നടത്തിപ്പിനായി അപേക്ഷിക്കുകയുമാണ് ദൈവത്തിൽ നിന്നുള്ള പാപമോചനം സ്വീകരിക്കേണ്ടതിന് ആദ്യപടിയാകേണ്ടത്. അപ്പോൾ അവിടുന്ന് തൻ്റെ കരുണയാൽ നിങ്ങളോട് ക്ഷമിക്കും. ഞാനിരുന്നു. എൻ്റെ വചനങ്ങളോട് യോജിച്ചുകൊണ്ട് ആളുകളുടെ ഇടയിൽ നിന്ന് മർമ്മരങ്ങൾ ഉയർന്നു. അപ്പോൾ ആ വയോധികൻ വീണ്ടും സംസാരിച്ചു. സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വാക്കുകളാണിത്. തീർച്ചയായും ഇത് ദൈവത്തിൻ്റെ വചനം തന്നെ. ഇത് ശ്രവിക്കുവിൻ. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സിനഗോഗിൽ നിന്നും പുറപ്പെട്ട് അത്താഴം കഴിക്കുവാനായി അതത് ഭവനങ്ങളിലേക്ക് പോയി.
വീട്ടിലെത്തിയപ്പോൾ ദാവീദ് ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. കർത്താവെ, ഈ സായന്തനം നമുക്ക് ഒരു ആഘോഷമാക്കാം. അങ്ങ് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഈ വേള ആഘോഷിക്കുവാൻ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ആഗ്രഹിക്കുകയാണ്. അവൻ ഉണർവോടെ പറഞ്ഞു. ഞാൻ അവനെ നോക്കി. അപ്പോൾ എന്നെ തങ്ങളുടെ ജീവിതങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയും ഞാൻ അവരോടുകൂടി ആയിരിക്കുന്നത് കൊണ്ടാടുകയും ചെയ്യുന്ന അനേകരെയാണ് കണ്ടത്. അത് നന്നായിരിക്കും, ഞാൻ പറഞ്ഞു. നിങ്ങളോടൊപ്പം ആഘോഷിക്കുവാൻ എനിക്കിഷ്ടമാണ്. പത്രോസ് കയറി പറഞ്ഞു. അത് കർത്താവ്, ഒരുപാട് നാളായി ഒരു വിരുന്നിൽ പങ്കെടുത്തിട്ട്. പത്രോസ് പറഞ്ഞു, നേരാണ്. ദീർഘദൂരം സഞ്ചരിച്ചവരാണ് എൻ്റെ അനുയായികൾ. ഇനിയും ഏറെ മുന്നോട്ട് പോകുവാനുണ്ട്. വിശ്രമിക്കുവാനോ ആഘോഷിക്കുവാനോ അധിക സമയമൊന്നും കിട്ടിയിട്ടില്ല. ദാവീദ് പറഞ്ഞു, ഇന്ന് പകൽ ചെലവഴിച്ച ആ മെച്ച സ്ഥലത്താണ് നമ്മൾ സമ്മേളിക്കുന്നത്. ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെയും ഒരു ഭവനത്തിൽ ഉൾക്കൊള്ളുവാനാവില്ല. എനിക്ക് അല്പസമയം ഒന്ന് വിശ്രമിക്കണം. പോകുവാൻ സമയമാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭവനത്തിൽ പ്രവേശിച്ച് എൻ്റെ കിടക്കയുടെ അരികിലേക്ക് പോയി. കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് കടന്നുപോയതെന്ന് എനിക്ക് തോന്നി. അപ്പോഴേക്കും വാതിൽ മുട്ടുന്നത് കേട്ടു. യാക്കോബും യോഹന്നാനുമായിരുന്നു അത്. ആഘോഷ ചടങ്ങിന് പോകും വഴി ഞങ്ങളെയും ഒപ്പം കൂട്ടാൻ വന്നതാണ് അവർ. കർത്താവെ, പോകുവാൻ സമയമായി. അങ്ങ് തയ്യാറാണോ? ആവേശമുണർത്തുന്നതായിരുന്നു യാക്കോബിൻ്റെ നാദം. അതെ, ഞാൻ വരുന്നു. കണ്ണുകൾ തിരുമ്മി എഴുന്നേൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു. പക്ഷെ ഉറക്കം മതിയായിരുന്നില്ല. വീടിൻ്റെ പ്രധാന മുറിയിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ പത്രോസും യോഹന്നാനും യാക്കോബും ദാവീദും അവൻ്റെ മാതാപിതാക്കളും എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. യാക്കോബിൻ്റെ അത്രയും തന്നെ ആവശ്യമാർന്ന സ്ഥലത്ത് ദാവീദ് പറഞ്ഞു, കർത്താവെ, മേച്ച സ്ഥലത്ത് ഞാൻ നേരത്തെ തന്നെ പോയി നോക്കി. പാട്ടും നൃത്തവുമായി ഒക്കെ ആയിട്ട് അവിടെ 100 കണക്കിന് ആളുകളുണ്ട്. ഇതൊരു നല്ല രാത്രിയായിരിക്കും. അല്പം ഉത്കണ്ഠയോടെ യോഹന്നാൻ ചോദിച്ചു, അങ്ങേ വിരുന്ന് ആസ്വദിക്കുവാനായി അവർ സമ്മതിക്കുമോ കർത്താവെ? പത്രോസ് യോഹന്നാനോട് ഉറപ്പിച്ചു പറഞ്ഞു. ദാവീദും ഞാനും അവിടെയുള്ള പലരോടും സംസാരിച്ചു കഴിഞ്ഞു. കർത്താവിനെ ശ്രമിക്കുവാനും വിരുന്ന് ആസ്വദിക്കുവാനും സമയം കൊടുക്കണമെന്നും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കരുതെന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ധാരണയിലാണ് നമ്മൾ പോകാൻ തീരുമാനമെടുത്തത്. എന്ത് കരുതലുള്ളവരാണ് എൻ്റെ സ്നേഹിതർ. എപ്പോഴും എന്നെ ശ്രദ്ധിക്കുകയും സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തവരാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് പോയി ആനന്ദിക്കാം. മേച്ചിൽപ്പുറം അടുത്തപ്പോൾ അവിടെ ധാരാളം മേശകൾ നിർത്തിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. പലയിടങ്ങളിലായി വലിയ തീക്കൂട്ടി ആളുകൾ അതിനു ചുറ്റും കൂടി നിൽക്കുകയാണ്. സ്ഥലത്തിൻ്റെ മധ്യഭാഗത്തായി 5-6 ആളുകൾ വാദ്യോപകരണങ്ങൾ നീട്ടുന്നുണ്ട്. അതിൻ്റെ താളത്തിനൊപ്പിച്ച് കുറേ ആളുകൾ ഒരു വലിയ തുറയിൽ നൃത്തം വയ്ക്കുന്നു. മറ്റു കുറേ പേർ അവരുടെ ചുറ്റും നിന്ന് കൈയടിച്ച് പാടുന്നു. ദാവീദ് എന്നെ ഒരു വലിയ മേശക്കരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ മിക്ക ശിഷ്യന്മാരും അവിടെ ഇരിക്കുകയായിരുന്നു. എന്നാൽ എല്ലാവരും ഇല്ല. മേശപ്പുറത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നു. യൂദാസ് അവിടെ ഇരുന്ന് നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇന്നത്തെ വായന ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ദിവസത്തെ വായനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.